അപ്പം ഈ നമ്മൾ ഈ ഐറ്റത്തിന്റെ പേര് പറയുന്നത് നമ്മൾ എന്താണെന്നോ, എനിക്കറിയാന്നേ, ഒപ്പനയല്ല വട്ടപ്പാട്ടാണ്. ഒപ്പന പെൺകുട്ടികൾ കളിക്കുമ്പോഴാണ്, നമ്മൾ കളിക്കുമ്പോൾ വട്ടപ്പാട്ടാണ്. പഴയ ഒപ്പനയാണ്, ഒപ്പന ബോയ്സ്. മണവാളം മൊഞ്ചനാണല്ലോ. അത്ര നല്ല മൊഞ്ചനാണ്. നീ പറഞ്ഞ അത്ര മൊഞ്ചനില്ലാന്ന് എല്ലാരും മൊഞ്ചന്മാരാണ്. എങ്കിൽ ഇച്ചിരി മൊഞ്ചൻ. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു മൊഞ്ചനെ സെലക്ട് ചെയ്യട്ടെ. കണ്ണടച്ച് സെലക്ട് ചെയ്തോ? എല്ലാരും മൊഞ്ചന്മാരല്ലേ? അത് കറക്റ്റാണ്. കണ്ണടച്ച് അതെ, ആസിഫിക്ക പറഞ്ഞു. എങ്ങനെയുണ്ട്? സോറി, ആസിഫ് അലി പറഞ്ഞു. പറഞ്ഞേ. എന്റെ ബോസുകള് പൊളിയ അടിപൊളിയ നടക്കുക ബോസ്. ബോസ് എന്താ പെർഫോമൻസ് കാണാം. അപ്പൊ ആരാണ് പാട്ട് പാടുന്നത്? അപ്പൊ അവിടെ തന്നെ നമ്മൾ മൈക്കർ ഒരാളല്ലേ പാടുന്നുള്ളൂ അല്ലേ? നമുക്കുള്ള സ്ഥലങ്ങളിൽ വെച്ച് കളിക്കാം അല്ലേ? ഓക്കെ, മാക്സിമം ബൈക്കിലേക്ക് കാണണ്ടേ? അരുളിൻ്റെ സഭ തന്നിൽ അപ്പങ്ങളെ തിരയായി രുചിയിൽ ഹരഹരമായി അഖിലോരും മജവാ അണവിലതം ബിരിയാണിയതുണ്ട്, അടിപൊളി പൊരികളതേറെയുമുണ്ട്. ഉണ്ടേറ്റം പാലിടന്ന് ഇവിടെ വിഭവമൊത്തിരിയായി ആയിടും പാനീയങ്ങളതേറ അതിലേക്ക് വെച്ചുള്ള സികം ചൊറ ഏറ്റിയിലേറ്റം വെട്ടില കെട്ടും മകരസമായി പേന പാന തളിര് വെറ്റില തോന പോല മേല കാന ഫീന തമ്പുൽ ഫുലുംബി കോലാമ്പിക്കല മേരി ഭരിത്തേ വക്കല താളമടിത്ത് രസിത്തേ ബാത്ത ഹാത്ത ബത്തിൻ നിരത്തോവ് എനിക്കേ ഇതിപ്പോ ഈ പാട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല കേട്ടോ. പാട്ട് ഗംഭീരമായിരുന്നു. എന്തൊക്കെ ഐറ്റംസ് ഇതിനകത്ത് കൊണ്ടുവന്ന്? ഇത് മലയാളവും തമിഴും എല്ലാം ആയിട്ട് വരുന്നത്. ഇത് പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കയറി വന്നതാണ് ഈ ഐറ്റം. പണ്ട് ആണുങ്ങൾ ഒപ്പന പറയുന്നുണ്ട്, ഇപ്പൊ വട്ടപ്പാട്ടിലേക്ക് അത്. നിങ്ങൾ എവിടെയാണ് സ്കൂള്? ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ, കാസർഗോഡ്. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ, കാസർഗോഡ്. അതല്ല, കാസർഗോഡ് പറ. കാസർഗോഡ് എനിക്ക് വന്നിട്ടുണ്ട്. ചെമ്മനാട് കാസർഗോഡ് എന്ന് പറയണ്ടേ? കാസർഗോഡ് അല്ലേ? അപ്പം എ ഗ്രേഡ് റിസൾട്ട് വന്നാ? മൈക്ക് പിടിക്കുക? ഇല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക, മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശക്കുന്ന എങ്ങനെയാ ചോദിക്കുന്നത്? പൈക്കുന്നില്ല. എത്ര സമയമായി പൈക്കണ്ടേ? നല്ല പാങ്ങൽ തിന്നിന് കാലത്തെ നല്ല പാങ്ങൽ തിന്നിന്. എപ്പ തിന്നു? കാലത്ത് നല്ല പാങ്ങൽ അടിച്ചു മാറി തിന്നിന്. കാലത്ത് നിന്ന് നല്ല പുട്ടും കടല കറി വന്ന് കുട്ടികളെ. ഇനിയിപ്പോ രാത്രി എപ്പ പൈക്കും? രാത്രി കൊയ്യാച്ച നെയ്പ്പത്തിലും വേണം. കൊയ്യാച്ച വേണം. നെയ്പ്പത്തിലും കൊയ്യാച്ച തൃശ്ശൂരാ? കോഴി പൊരിച്ചത്. അത് മതിയാ? അത് മതി. അതല്ലേ? അപ്പം മാപ്പിളപ്പാട്ട് പറഞ്ഞ പാടിയായിരുന്നു. നല്ല ഗായകനാന്ന് അറിഞ്ഞു. ഗ്രേഡ് കിട്ടിയ ആളാ നീ അല്ലേ? മാപ്പിളപ്പാട്ടിലും ദഫ്മുട്ടിലും വട്ടപ്പാട്ടിലും ഉണ്ട് 3 ഐറ്റം. ഇനി എന്തൊക്കെ ഐറ്റം ഉണ്ടോ? ഇനിയില്ല, കഴിഞ്ഞു. മൂന്നേ ഉള്ളൂ. ഓ, ഒരു 10 ഐറ്റം ഉണ്ടെങ്കിൽ ഇപ്പൊ പൊളിച്ചാനോ? ആകെ 3 ഐറ്റം ചേരാൻ പറ്റുള്ളൂ. ആ 3 ഐറ്റം ചേർന്ന് എല്ലാത്തിനും എ ഗ്രേഡ്. ഇതിപ്പോ എ ഗ്രേഡ് കിട്ടുമല്ലോ. ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ്? +2 ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ആണല്ലോ. 4 വർഷമായി വരുന്നത്. 4 വർഷമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിൽ സങ്കടമില്ല? സങ്കടമുണ്ട്, നല്ല വിഷമമുണ്ട്. അപ്പൊ എനിക്ക് 4 വർഷമായിട്ട് വരുന്നതാണ്. എനിക്കിപ്പോ നല്ല വിഷമമുണ്ടെന്ന് കാസർഗോഡ് സ്ലാങ്ങിൽ എന്ന് പറഞ്ഞേ. ഞാൻ 4 കൊല്ലമായി വരുന്നത്. എനിക്ക് ഭയങ്കര ബേജാറുണ്ട്. ഇതല്ലോ കലോത്സവല്ലോ നല്ലോണം മിസ്സാവും. എന്തോ ഒരു ബേജാർ. അതിന്റെ ഒരു ബേജാറുണ്ട് അല്ലേ? അതെ. അപ്പൊ ആ ബേജാറൊക്കെ നല്ലൊരു പാട്ടങ്ങ് പൊളിക്കാം. ഓക്കെ അല്ലേ? മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ട്.
ഹാത്തിം റസൂലുള്ള പതിമക്ക തിരുജാതരി ഹാമിം ഷഫീഉള്ള ഹുദാവേ കാത്തിടുകിത് മീമെ അത് ഈങ്കളാല് നീ കോനെ ഉഹുദടലിതിനാൽ തോനെ മദതിടുപതിനാൽ മാനിതനൂറേ ചൊന്നാരേ വാങ്കയൻ ചാരേ ഹാത്തിം റസൂലുള്ള പതിമക്ക തിരുജാതരി ഹാമിം ഷഫീഉള്ള. ഇതിപ്പം നമ്മളിവിടെ നിങ്ങൾ മത്സരിച്ച പാട്ടാണോ? അതെ, മത്സരിച്ച പാട്ടല്ലാതെ ഒരു മാപ്പിളപ്പാട്ട് പഠിക്കേ. നമ്മൾ സാധാരണ കേൾക്കുന്ന മാപ്പിളപ്പാട്ടുകളല്ലേ? അതായത് മംഗളത്തിന് പാടുന്ന പാട്ട്, മംഗളത്തിന് പാടുന്ന പാട്ട്, കല്യാണത്തിനൊക്കെ പാടുന്ന മണവാളനൊക്കെ കൊണ്ടുവരുന്ന പാട്ടില്ല. മണവാളിനെ കൂടെ കൊണ്ടുവരാം നമുക്ക്. ഒന്നിച്ച് പാടാം. മണവാളിനെ ഞാൻ കൊണ്ടുവരാം. പാടിക്കോ. മണവാളിനെ ഞാൻ കൊണ്ടുവരാം. നമുക്ക് ഇങ്ങനെ കയറിപ്പോ. ഏറ്റുപാട്. മംഗളത്തിൻ മധുകൾ പാടി പുതുനാരിയെ തേടി മഹർമാല എടുക്കുകൊണ്ട് അതിർപ്പം പുതുമാരൻ ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ. മംഗളത്തിൻ മധുകൾ പാടി പുതുനാരിയെ തേടി മഹർമാല എടുക്കുകൊണ്ട് അതിർപ്പം പുതുമാരൻ ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ. റജബ് മാസ നിലാവ് പോലെ കവിളിൽ ഒളിവുള്ളലോലെ കാത്തിരിക്കും മാരനെ നീ ഇന്നു പെണ്ണാളെ ചുണ്ടിൽ മധുരമെല്ലാം മാരനെ നീ നൽകപ്പോ മോളെ. പഞ്ചകപ്പൂ മൊഞ്ച് കണ്ട് നെഞ്ചിലൊരു പിടിയാശ പൂണ്ടേ മഞ്ചലയിൽ വന്നു നിന്റെ മുത്തുപൂമാരൻ പാട്ടും കൂത്തുമായി എത്തി നിന്റെ പൂമണിമാരൻ. കുടമുള്ള ചിരിയുള്ള കോയിലിന്റെ സ്വരമുള്ള ഒരു മണവാട്ടി നിന്റെ പൊരുമാരൻ ഇത വരുന്നേ പെണ്ണേ ഇത വരുന്നേ. നല്ല ചിരിയുള്ള കോയിലിന്റെ സ്വരമുള്ള ഒരു മണവാട്ടി നിന്റെ അരുമുള്ള കിലവിലെ അഴകെ ഇത വരുന്നേ പെണ്ണേ ഇത വരുന്നേ. തളിർമുല്ല വിധാനിച്ച മണിയറയിൽ പുതുമാരൻ അണഞ്ഞിടും സുദിനമിത്. തളിർമുല്ല വിധാനിച്ച മണിയറയിൽ പുതുമാരൻ അണഞ്ഞിടും സുദിനമിത്. ഈ അസുലഭ സുരഭിത വിധിയിൽ മണവാട്ടി പെണ്ണിന് രോമാഞ്ചം എന്തൊരാവേശം എന്തൊരാഹ്ലാദം. മണവാട്ടി പെണ്ണിന് രോമാഞ്ചം എന്തൊരാവേശം എന്തൊരാഹ്ലാദം. മണവാട്ടി പെണ്ണിന് രോമാഞ്ചോ ഏ ലാ 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 മുത്തേസത്തെ എന്ന് വിളിക്കും താനത്തൊരാവ് ഇന്നാണ്. മരന്റെ കരളില് കുളിരി പകരുന്ന നിക്കാഹരാവ് ഇന്നാണ്. മുത്തേസത്തെ എന്ന് വിളിക്കും താനത്തൊരാവ് ഇന്നാണ്. മരന്റെ കരളില് കുളിരി പകരുന്ന നിക്കാഹരാവ് ഇന്നാണ്. ചിരിച്ചേ മണിയറയിൽ മാരൻ നിക്കണ നേരത്തെ മൊത്തം കവിളത്ത് വേണ്ടെന്ന് ചൊല്ലിന് കണ്ണ് പൊത്തണ ഹാലാണ്. സീനത്തെ പെണ്ണിന്റെ മാറത്തെ മണിക്ക താനിക്ക നിക്കത്ത ചിരിയാണ്. മഞ്ചുള്ള മരനെ മംഗലം ഒരുവ പുരുഷരം കൈകൊട്ടി പാടാണ്. സീനത്തെ പെണ്ണിന്റെ മാറത്തെ മണിക്ക താനിക്ക നിക്കത്ത ചിരിയാണ്. മഞ്ചുള്ള മരനെ മംഗലം ഒരുവ പുരുഷരം കൈകൊട്ടി പാട്ടാണ്. നല്ലൊരു കൈഡ് എടുക്കാൻ കേട്ടോ. കലോത്സവ വേദിയിലാവുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കണ്ടോ. അടുത്ത ഐറ്റം അവതരിപ്പിക്കാമെന്ന നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിനെ അതേയും കൂടി ചേർത്ത് നിർത്തി ഞാൻ അത് ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ കലയാണ് ലഹരി. അതാണ് വേണ്ടത്. അതാണ് ഞാൻ കലയാണ് നമ്മുടെ ലഹരി എന്നതിൻ്റെ തെളിവാണ് ഇവരോടൊപ്പം തന്നെ. അല്ല മോളെ എങ്ങനെയുണ്ടായിരുന്നു? ഒരു മണവാട്ടിയുടെ രൂപത്തിൽ മോഹിനിയാട്ടം അല്ലായിരുന്നല്ലോ, ഭരതനാട്യത്തിന്റെ ഡ്രസ്സിലൂടെ നിർത്തി ചെയ്യാൻ എങ്ങനെ എന്ത് ഫീൽ ചെയ്ത്?
ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ. ഇല്ല. പേരെന്താന്ന് ചോദിച്ചോ? മണവാളിന്റെ പേര് ചോദിച്ചോ? പേരെന്താ? മയക്കുന്നേ ഇത് മണവാളിന് നാണം വരുന്നുണ്ട്. അതാണ് മണോ പേര് ചോദിക്കുക. പേരെന്താ? പേരെന്താ? ജാമിൽ. എവിടുന്നാ വരുന്നത്? കാസർഗോഡ്. പേരെന്താ? ആദ്യ. എവിടുന്നാ വരുന്നത്? എറണാകുളം. അപ്പൊ ഒത്തിരി സന്തോഷം കേട്ടോ. പൊളിച്ചില്ലേ നമ്മള്? എല്ലാരും ഹാപ്പിയല്ലേ? മണവാളൻ ഹാപ്പിയല്ലേ? മണവാളിന്റെ എപ്പോഴും നാണം വരുവാണ് കേട്ടോ. ഒരിക്കലും പ്രതീക്ഷയില്ല അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ കേട്ടോ. ഓക്കെ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഇത് പറയാ ഇത് പറയാണ് അവനൊന്നും പറയാൻ പറ്റില്ല. അത്ര അടിച്ച് പൊളിച്ചു അല്ലേ? ആ പൊളിച്ചടിക്ക് കൺഫേം. ഇവന്മാര് മൊഞ്ചം മാത്രമല്ല, ഇവന്മാര് കഴിവുണ്ടെന്ന് ഇവര് കാണിച്ചു തന്നു നമുക്ക്. അതെ, ദുൽഖർ ഇവിടെ വന്നാൽ ഇവരുടെ ഈ മത്സരം ഈ പെർഫോമൻസ് കൊണ്ട് എന്ത് പറഞ്ഞേനെ? ഏത് പറയാൻ അടിച്ച് പൊളിച്ചു വെച്ചു. നീക്ക് അടിപൊളിയാണ്. ഏതാ മൊഞ്ചന്മാരും കഴിവുള്ളവരാണ്. തീർക്കാൻ പറ്റില്ല, തീർക്കടാ. അതെ, ഓക്കെ, താങ്ക് യു വെരി മച്ച്. മോളിവിടെ നിൽക്കുക, അടുത്ത ഐറ്റം തുടങ്ങുവാണ്. അപ്പൊ പൊളിച്ചില്ലേ? ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈ ജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈ ജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈ ജി ആണ് ഫ്യൂച്ചർ.